അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്, ഹാപ്പിയാണെന്നൊക്കെ വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ കിച്ചണിക്ക് ഇറങ്ങാനൊക്കെ ഉള്ള പരിപാടിയിലാട്ടോ. റൂമൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് അടുത്ത പരിപാടി പാൻട്രി ഒക്കെ ഫില്ല് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടോൾ യൂണിറ്റിൽ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തൊക്കെ സാധനങ്ങളാണ് കഴിഞ്ഞു പോയതെന്നൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് പിന്നെ അത് ഫോട്ടോ എടുത്ത് അങ്ങ് പോയാൽ മതി. പിന്നെ അതാ എടുത്തൊരു കപ്പ് കഴുകി അങ്ങോട്ട് തന്നെ വെക്കാൻ നോക്കുമ്പോഴാണ് ആകെ ഗ്ലാസ്സൊക്കെ മങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ച് ആകെ ഒരു പെട്ടെന്ന് വൃത്തികേടാവാനായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ വിൻഡോസും ഒക്കെ അധികം പ്ലെയിൻ ഗ്ലാസ് ആയതുകൊണ്ട് ഈ മഴക്കാലത്ത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിരുന്നു കേട്ടോ. എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഈ കപ്പുകളൊക്കെ എടുത്ത് അതുപോലെ തന്നെ ഉണക്കിയിട്ട് അങ്ങോട്ട് തന്നെ വെക്കും. അപ്പോൾ നമ്മൾ കബോർഡ് എപ്പോഴും തുടക്കൂലല്ലോ. ഇതിപ്പോൾ കുറച്ചായിട്ടുണ്ട് തുടച്ചിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഴയാകുമ്പോൾ പ്രത്യേകിച്ചൊരു പ്രാണിശല്യം കൊണ്ടൊക്കെ പ്രത്യേകിച്ചൊരു മങ്ങലൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി രാവിലെ എന്ത് ജോലിക്ക് നിൽക്കുകയാണെങ്കിലും ഒരു പ്രത്യേക എനർജിയാണ് അല്ലേ. എനിക്കങ്ങനെ കേട്ടോ. സംഭവം നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനെ ആയിരിക്കും ജോലി ചെയ്യുക. പക്ഷെ എന്നാലും മറ്റുള്ള സമയത്ത് ചെയ്യുന്നതിനേക്കാളും ഡബിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. രാവിലെ ഈ ഒരു സ്റ്റെപ്പ് ലാഡറിൻ്റെ മേലത്തെ ആ ഒരു പീസ് പൊട്ട് വന്നപ്പോൾ ശരി എനിക്ക് പ്ലൈവുഡ് മുറിച്ചിട്ട് തന്നാ കേട്ടോ. പക്ഷെ അതുമ്പോൾ ധൈര്യത്തിൽ കയറാം. ഒരുപാട് വർഷമായിട്ട് വാങ്ങിയിട്ട് ഓൺലൈനിൽ വാങ്ങിയതാണ്. ഈ ഒരു കപ്പ് ഹോൾഡർ ഈ പറഞ്ഞ പോലെ തന്നെ കപ്പ് എടുക്കും അങ്ങോട്ട് തന്നെ വെക്കും എന്നല്ലാതെ കപ്പ് ഹോൾഡർ എപ്പോഴും തുടക്കൂലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു. ഇതിങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാട്ടോ. ഇതിന്മേൽ 2 ഹുക്കും കൂടെ ഉണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ അത്യാവശ്യം വലിയ മഗ്ഗുകളാണല്ലോ ഇതിന്മേൽ ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തമ്മിൽ തട്ടിയപ്പോൾ ഞാൻ ഒരു ചെറിയ ഹുക്കും ഒരു വലിയ ഹുക്കും ഞാൻ മാറ്റിയതാട്ടോ. ഈ ഒരു കപ്പ് ഹോൾഡറിൻ്റെയും അപ്പുറത്തിരിക്കുന്ന ആ ബേഡ്സിൻ്റെ കപ്പ് ഹോൾഡറിൻ്റെയും ലിങ്ക് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാ വ്ളോഗിലും ഒരുവിധം അത് കാണിക്കുന്ന വ്ളോഗിലൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ, ടാഗ് ചെയ്യാറുണ്ട്. പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന ഒരുവിധം പ്രോഡക്റ്റിൻ്റെ ഒക്കെ ലിങ്കുകൾ ഞാൻ ടാഗ് ചെയ്യാറുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാം കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ലതാണെന്ന് തോന്നിയ പ്രോഡക്റ്റ് മാത്രമേ ഞാൻ ടാഗ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.